മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരെടുക്കുന്ന റിസ്കിന് ആനുപാതികമായിട്ടുള്ള ഒരു റിട്ടേൺസ് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഈ 2 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഇടിവ് മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒട്ടനവധി ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. എന്നാൽ താരതമ്യേന റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയ വ്യക്തികൾക്ക് സെക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ തീമാറ്റിക് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന കുറവ് നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICICI Prudential മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ICICI Pru ഇക്വിറ്റി മിനിമം വേരിയൻസ് ഫണ്ടിനെ കുറിച്ചാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും അവർ നടത്തുന്ന നിക്ഷേപത്തിന് താരതമ്യേന റിസ്ക് കുറവുള്ള ഫണ്ടുകളും തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ICICI Pru ഇക്വിറ്റി മിനിമം വേരിയൻസ് ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഈ ഫണ്ടിന്റെ NFO ഡിസംബർ 2-ാം തീയതി വരെയും ഓപ്പൺ ആണ്. ഇതിൽ നിങ്ങൾ മിനിമം നടത്തേണ്ട നിക്ഷേപം 5000 രൂപയാണ്. അഡീഷണൽ പർച്ചേസ് 1000 രൂപയും. വർഷത്തിന് മുന്നേ നിങ്ങളുടെ നിക്ഷേപം പിൻവലിച്ചാൽ 1% എക്സിറ്റ് ലോഡ് ആപ്ലിക്കബിൾ ആണ്. ഈ ഫണ്ട് ബെഞ്ച്മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. നിഫ്റ്റി 50 ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടും അതേപോലെ കുറേ വർഷങ്ങളായിട്ട് പെർഫോമൻസ് ഹിസ്റ്ററി ഉള്ളതും ബ്ലൂ ചിപ്പ് കാറ്റഗറിയിൽ പെടുന്ന 50 ലാർജ് ക്യാപ്പ് കമ്പനികളാണ് ഈ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഈ നിഫ്റ്റി 50ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 50 കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുത്ത റിസ്ക് താരതമ്യേന കുറവുള്ള കുറേ സ്റ്റോക്കുകളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ കമ്പനികളുടെ സ്റ്റോക്കിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ഫണ്ടിന്റെ NFOയ്ക്ക് ശേഷം ഈ ഫണ്ട് ഫുള്ളി ഓപ്പറേഷനിലായി 1-2 മാസങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസുകളിലുള്ള വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ വോളറ്റാലിറ്റി ആണ്, അല്ലെങ്കിൽ അടിക്കടി സ്റ്റോക്ക് പ്രൈസിൽ വരുന്ന ചേഞ്ചസുകളാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല പോസിറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് ന്യൂസുകളും അതോടൊപ്പം തന്നെ അൺസർട്ടനിറ്റീസും ഉണ്ട്. അതുപോലെയുള്ള പ്രൈസിൽ വേരിയേഷനും അൺസർട്ടനിറ്റീസും കൺസിഡർ ചെയ്തിട്ട് മിനിമം വേരിയൻസ് 50-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസ് വേരിയേഷൻ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള കമ്പനികളുടെ ഷെയറുകളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാൻ പോകുന്നത്. ഈ ഫണ്ടിന്റെ ബേസിക് ഡോക്യുമെന്റ്സ് അനുസരിച്ചിട്ട് ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ 80% ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളിലാണ് നിക്ഷേപം നടത്തുന്നത്. അത് മെയിനായിട്ടും നിഫ്റ്റി 50ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ. 20% വേണമെങ്കിൽ ഡെറ്റ് മാർക്കറ്റിൽ നിക്ഷേപം നടത്താമെന്ന് ഇത് സ്കീമിന്റെ ഡോക്യുമെന്റ്സിൽ പറയുന്നുണ്ട്. അതിനുപരിയായിട്ട് ഓവർസീസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളിലും ETF-കളിലും വേണമെങ്കിൽ ഈ ഫണ്ടിന് നിക്ഷേപം നടത്താം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റീറ്റ്സുകളിലും ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ യൂണിറ്റുകളിലും ഈ ഫണ്ടിന് നിക്ഷേപം നടത്താം. ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നമ്മൾക്കുണ്ടാകാവുന്ന ലോസിന്റെ പെർസെൻറ്റേജ് മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കാം. അതേപോലെ ഒരു ബുൾ മാർക്കറ്റിൽ ഇതേപോലെ ലോ വേരിയൻസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകളിൽ നിന്നുള്ള പെർഫോമൻസ് മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെയോ അല്ല എങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളെയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മികച്ചതായിരിക്കില്ല. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, റിട്ടയർമെന്റ് പ്ലാനിങ്, എസ്റ്റേറ്റ് പ്ലാനിങ്, ടാക്സ് പ്ലാനിങ്, ഇൻഷുറൻസ് പ്ലാനിങ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് വെൽത്ത് പ്ലാനിങ് എന്ന പേരിലൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ
അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിലോ നിക്ഷേപം നടത്തി നല്ലൊരു ഗെയിൻ വേണം അല്ലെങ്കിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷനിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കിൽ നിന്ന് ഒരു പരിധി വരെയും അകന്നു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സ്യൂട്ടബിൾ ആയിരിക്കും. ഈ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി മിനിമം വേരിയൻസ് ഫണ്ടിൻ്റെ പ്രസൻറ്റേഷനാണ്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ICICI മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇതിൻ്റെ NFO 18-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെയും അവൈലബിൾ ആണ്. ഈ പ്രസൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വളരെ ഇൻഫോർമേറ്റീവും യൂസ്ഫുള്ളുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ പല കാര്യങ്ങളും സ്കീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ സ്കീം ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഇവിടെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ സ്കീം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി 50 യൂണിവേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറേ കമ്പനികളിലാണ്. എത്ര കമ്പനികളിൽ നിക്ഷേപം നടത്തുമെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് പ്രൈസ് വേരിയൻസ് അല്ലെങ്കിൽ ലോ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ 50 സ്റ്റോക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ സെലക്ഷൻ. ഇതിന് ശേഷം ആ കമ്പനികളെ കുറിച്ച് അല്ലെ ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. സ്റ്റെപ്പ് ആക്റ്റീവ് മാനേജ്മെൻറ്റ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് അതായത് ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. ഈ മേൽപ്പറഞ്ഞ 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്റ്റോക്കുകളാണ് പോർട്ട്ഫോളിയോയിൽ വേണ്ടതെന്നുള്ള ഡിസൈഡ് ചെയ്ത് ആ പോർട്ട്ഫോളിയോ ഫൈനലൈസ് ചെയ്ത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണിത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന പല ഒക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂറോസോൺ ക്രൈസിസ്, ആ സമയത്ത് നമ്മുടെ നിഫ്റ്റി 100 ലോ വോളറ്റാലിറ്റി 30 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് -9% റിട്ടേൺസ് ആണ് തന്നത്. പക്ഷേ നിഫ്റ്റി 100 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 21% നെഗറ്റീവ് റിട്ടേൺസ് തന്നു. നിഫ്റ്റി 50 19%. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 32%. ഇവിടെ കാണിക്കുന്നത് മാർക്കറ്റ് ഒരുപാട് ഡൗൺ ആയിട്ടുള്ള ഒക്കേഷൻസ് ആണിത്. ഇവിടെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒക്കേഷനിലെല്ലാം മാർക്കറ്റ് ഒരുപാട് കറക്റ്റ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വലിയൊരു ഇടിവ് എന്ന് പറയുന്നത് കോവിഡിൻ്റെ സമയത്താണ്. ആ സമയത്ത് ഏകദേശം നിഫ്റ്റി 100 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 34%, ഈവൻ നിഫ്റ്റി 50 34%, മറ്റുള്ള ഇൻഡെക്സൊക്കെ 40% വരെയും കറക്റ്റ് ചെയ്തപ്പോൾ നിഫ്റ്റി 100 ലോ വോളറ്റാലിറ്റി 30 ഇൻഡെക്സ് 27% മാത്രമാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഒക്കേഷനുകളിലും മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം കൂടുതൽ പെർസെൻറ്റേജ് മൈനസ് റിട്ടേൺ തന്നപ്പം നിഫ്റ്റി 100 ലോ വോളറ്റാലിറ്റി ഇൻഡെക്സ് ആ മറ്റുള്ള ഇൻഡെക്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സിൽ വന്നിരിക്കുന്ന ഇടിവ് മറ്റുള്ള ഇൻഡെക്സുകളെക്കാളും വളരെ കുറവാണ്. നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ആദ്യമേ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ഫണ്ടുകൾ മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന സമയങ്ങളിൽ നമ്മുടെ വെൽത്തിന് ഒരു എക്സ്റ്റെൻഡ് വരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള ലോ വേരിയൻസ് അപ്രോച്ച് സഹായിക്കുമെന്നാണ് ഈ ചാർട്ടിൽ നിന്ന് കാണിക്കുന്നത്. അതേപോലെ ബുൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ ഫണ്ട് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 2007 ബൂമിൽ നിഫ്റ്റി 100 64% റിട്ടേൺസ് കൊടുത്തു. നിഫ്റ്റി 50 61%, മിഡ് ക്യാപ്പ് 81% റിട്ടേൺസ് കൊടുത്തു. പക്ഷേ ഈ ലോ വേരിയൻസ് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഇൻഡെക്സിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ 37% മാത്രമാണ് റിട്ടേൺസ് കൊടുത്തിട്ടുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ 2020-21 കോവിഡിന് ശേഷം മാർക്കറ്റ് റിക്കവർ ആയപ്പോൾ നിഫ്റ്റി 100 ലോ വോളറ്റാലിറ്റി ഇൻഡെക്സ് 68% ആണ് റിട്ടേൺസ് കൊടുത്തപ്പോൾ മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം അതിൽ കൂടുതൽ റിട്ടേൺസ് കൊടുത്തു. അപ്പം ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ വെൽത്തിന് ഒരു എക്സ്റ്റെൻഡ് വരെ ഇതേപോലെയുള്ള ഫണ്ടുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ ബുൾ മാർക്കറ്റിൽ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെ അല്ലെങ്കിൽ ഇൻഡെക്സുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫണ്ടുകൾക്ക് അതിനൊപ്പമുള്ള ഒരു റിട്ടേൺസ് നൽകാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ 21-ാം തീയതിയിലുള്ള ഒരു പെർഫോമൻസിൻ്റെ ചാർട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. 21 നവംബർ മുതൽ പിറകോട്ട് ഒരു മാസത്തെ റിട്ടേൺസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല സ്റ്റോക്കുകളും 17% കൂടുതൽ
കറക്ഷൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ ഇടിവെന്ന് പറയുന്നത് ഏകദേശം 10%. നിഫ്റ്റിയുടെ ഇടിവിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് ഷെയർ പ്രൈസ് ഇടിഞ്ഞ കമ്പനികളുണ്ട്. അദാനി എൻ്റർപ്രൈസസ് ഏകദേശം 17%, ഏഷ്യൻ പെയിൻറ്റ്സ് ഏകദേശം 16%, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏകദേശം 15%, M&M 10% കൂടുതൽ, അദാനി പോർട്സ് 13% കൂടുതൽ. പല സ്റ്റോക്കുകളും 10% കൂടുതൽ ഇടിവിതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിലെല്ലാം മാർക്കറ്റ് 10% കൂടുതൽ ഇടിവ് കാണിച്ചെങ്കിലും ആ കമ്പനികളിൽ വന്നിരിക്കുന്ന ആ കമ്പനികളുടെ ഷെയർ പ്രൈസിൽ വന്നിരിക്കുന്ന കുറവെന്ന് പറഞ്ഞാൽ ഈവൻ അപ്പോളോ ഹോസ്പിറ്റൽ നോക്കുക 0.14% ഇടിവേ സംഭവിച്ചിട്ടുള്ളൂ. ആക്സിസ് ബാങ്കിൽ 3.95%, ബജാജ് ഫൈനാൻസ് 3.27%, ഭാരത് ഇലക്ട്രോണിക്സ് 3%. നിഫ്റ്റിയുടെ ഒരു മാസത്തെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിഫ്റ്റി 10% കുറഞ്ഞപ്പോൾ എന്നാൽ നിഫ്റ്റിയേക്കാളും കൂടുതൽ ആ ഇൻഡെക്സിനേക്കാളും കൂടുതൽ മൈനസ് റിട്ടേൺസ് നൽകിയ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ 1% കുറവ് മാത്രം നിഫ്റ്റി 10% കറക്റ്റ് ചെയ്തപ്പം 1% കുറവ് മാത്രം റിട്ടേൺസിൽ കുറവ് വരുത്തിയ നല്ല നല്ല കമ്പനികളുമുണ്ട്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചതേ ഉള്ളൂ. അതുപോലെയുള്ള ലോ വേരിയൻസ് ഫണ്ടുകളിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ പ്രൈസിൽ അധികം വ്യത്യാസം വരാതെ ഓൾമോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കമ്പനികളിലായിരിക്കാം ഇതേപോലെയുള്ള ഫണ്ടുകൾ നിക്ഷേപം നടത്തുവാനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാനിതൊരു ജസ്റ്റ് എക്സാമ്പിളിന് കാണിച്ചതേ ഉള്ളൂ. അവർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി മറ്റേതെങ്കിലും ആയിരിക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതേപോലെയുള്ള സ്മാർട്ട് ബേറ്റ ഫണ്ടുകളുടെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതിൽ നിക്ഷേപം നടത്തുന്നതിന് നിങ്ങൾ ഈ ഫണ്ടിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് 2 ഡിസംബർ വരെയും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒരുപാട് വോളറ്റൈലാണ്. മാർക്കറ്റ് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 21-ാം തീയതി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച BSE സെൻസസ് ഏകദേശം 2000 പോയിൻറ്റോളം അപ്പായിരുന്നു. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. ബൈ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുമുള്ള ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുണ്ടാവും. മാർക്കറ്റ് പോസിറ്റീവായിട്ടാണോ കാണുന്നത് നെഗറ്റീവായിട്ടാണോ കാണുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലാസ്റ്റ് ഡേ വരെയും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫണ്ട് റീ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ 10 രൂപ NAVക്ക് താഴെ നിങ്ങൾക്ക് ഈ ഫണ്ട് വാങ്ങാനായിട്ട് സാധിക്കും. എനിക്കിത് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. ഫൈനലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ICICI പ്രൂ ഇക്വിറ്റി മിനിമം വേരിയൻസ് ഫണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തന്നെയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റ് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്തിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള മിനിമം വേരിയൻസ് ഫണ്ടുകൾ ഉപകരിക്കും. ഇത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ പോലെ തന്നെ ഈ ഫണ്ടിലുള്ള നിക്ഷേപവും ഒരുപാട് റിസ്ക് ഉള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഈ ഫണ്ടിനെ പറ്റി പഠിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.